കർമൂസ നല്ലോണം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത്, കർമൂസ നല്ലോണം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നിങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കലുണ്ട്. നനച്ച് കൊടുക്കുക. ഇവിടെ അങ്ങനെയൊക്കെയാണ് ചെയ്യൽ, നല്ല നനച്ച് കൊടുക്കലുണ്ട്. ഇത് കാണിച്ചു കൊടുത്താൽ പുറത്തിരുന്നാൽ നല്ല ശരിക്ക് കർമൂസ ഞങ്ങൾ അതിൽ പറിച്ചെടുത്തതൊക്കെ ഒരേ സമയം പൗപ്പായതാണ് ഈ കർമൂസക്ക് ചില നാട്ടിൽ പപ്പായ എന്നും പലതും പറയും. ഞാൻ ഇവിടെ കറുമത്തി എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ പറയുന്നത് കർമൂസ എന്നാണ്. പിന്നെ എന്താ വെച്ചാൽ ഇത് നല്ല ടേസ്റ്റാണ്. കറി ഉണ്ടാക്കിയാലും ഇതുണ്ടാവണമെങ്കിൽ നനച്ച് കൊടുക്കണം ഇവിടെ ചെയ്യൽ. പ്രത്യേകമായിട്ട് വേറെ ഒന്നും ചെയ്യൽ, ഇഷ്ടംപോലെ ഉണ്ടാവുന്നുണ്ട്. നിങ്ങളെല്ലാവരും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി, ലൈക്കും ഷെയറും കമൻറ്റൊക്കെ അത് ഇടേണ്ടി. കർമൂസ ഉപയോഗിച്ചിട്ട് പല വിഭവങ്ങളും ഉണ്ടാക്കാം. കർമൂസ ഉപയോഗിച്ചിട്ട് ഹലുവ, ലേശം മൈദയൊക്കെ ഉപയോഗിച്ചിട്ട് വേറൊരു വീഡിയോ ആയിട്ട് ഹലുവ ഉണ്ടാക്കുന്ന വിധം കാണിച്ചു തരാം. പിന്നെന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് തേങ്ങ കൊണ്ടുള്ള കറി വെക്കാൻ ചില ആൾക്കാർക്ക് ഇഷ്ടം, ചിലവർക്ക് വെളിച്ചെണ്ണയിൽ എണ്ണ വേവിച്ചിട്ട് കറിയിലിട്ടായിരിക്കും ഇഷ്ടം. ഇതാ ഞങ്ങളെ വീട്ടിലെ മാങ്ങ. ഇതാ മൂച്ചി, വലിയൊരു മൂച്ചി. ഇതാ ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ടോ. പിന്നെ എന്താ അവിടെ തോന്നി. പിന്നെ അവിടെയൊക്കെ ഉണ്ട്. പിന്നെ അതാ ഇവിടെ ഇതൊക്കെ മാങ്ങിന്. ഈ വീഡിയോ കാണാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഈ മാങ്ങ അച്ചാറുണ്ടാക്കണ ഞങ്ങൾ വേറെ വീഡിയോ ആയിട്ട് വരാം. നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുന്നേ. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മളെ ചെറിയ മൂച്ചത്തെ മാങ്ങ. ഇത് പിന്നെ ഇതൊക്കെ ഉണ്ടായത് തന്നെ കേട്ടോ. ഇതൊക്കെ മറ്റേ വളഞ്ഞ ദിവസത്തിലെ മാങ്ങ. ഇവിടെ ഒന്ന് ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഇതാണ് വായ. ഇവിടെയൊക്കെ വായൊക്കെ ഉണ്ട്. ഇത് പിന്നെ ഞങ്ങൾ കളിച്ച 2 ബോൾ. ആ ചെറിയ ബോൾ ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ചെടുക്കും, മറ്റേത് ഫുട്ബോൾ കളിച്ചാണെടുക്കും. ആ വെള്ള വീടാണ് ഞങ്ങൾ ആപ്പാപ്പൻ്റെ വീട്. ഇതാ അവിടെ. പിന്നെ ഞങ്ങൾ അമ്മായിൻ്റെ വീട് ഇതാ കുറച്ചപ്പുറത്ത്, ഓട് വീടാണ്. അപ്പോൾ ഭയങ്കര ചൂടല്ലേ, അതുകൊണ്ട് പുറത്തേക്കൊന്ന് ഇറങ്ങാൻ വെച്ച. അതുകൊണ്ട് പിന്നെ നമ്മളെ വീടിൻ്റെ അടുത്ത് ഇത് റോഡൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ ലോറിയൊക്കെ പോകണതാ.